ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ണൂർക്കാരുടെ ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റും ഉള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കാമ്പാണ്. ഇപ്പോൾ വാഴ തണ്ട്, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്താൽ ഇതിൻ്റെ നാരൊക്കെ നമ്മുടെ കയ്യിൽ വരും. പിന്നീട് നാരെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്കിത് വൃത്തിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്, ഇതുപോലെ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അതിന് ഒരു 2-3 ഉണ്ണിയുടെ തണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെയാണ് സ്ഥിരം അരിഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യൊറ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾക്കിത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ പരുവത്തിലാണ് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുത്ത് കഴുകിയെടുത്തതാണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് വെന്താൽ മതി, അധികം ഒന്നും വേവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നുമില്ല, നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറിയാക്കാൻ നോക്കാം. അതിന് നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 9-10 വറ്റൽമുളക് ചുട്ടെടുത്തതാണ്. അതും കൂടെ ഇട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല, മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കേണ്ട, പുളിയില്ലാത്ത തൈര് ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടല്ല കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കാമ്പ് അരിഞ്ഞ് വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ലൂസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. പുളിയില്ലാത്തതാണ് തൈര് ഇതിനാവശ്യം. അപ്പം നമ്മൾക്കിത് ഉപ്പൊക്കെ നോക്കാം. കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ നോക്കിയിട്ട്, എന്തായാലും നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വരും, തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും വറ്റൽമുളകും ഇട്ട് താളിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കാമ്പ് പെരക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കാമ്പ് പെരക്ക് നല്ല ടേസ്റ്റാണ്. ഈ പനിയും ഒക്കെ വന്നിട്ട് നമ്മളുടെ വായിക്കൊന്നും രുചിയില്ലാത്ത സമയത്ത് അപ്പോൾ ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ കറി.